നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ നഗരത്തിലെ MG റോഡിൽ ബസ് കയറി സ്കൂട്ടർ യാത്രികനായ യുവാവ് മരിച്ചു. കുഴിയിൽ വീഴാതിരിക്കാൻ സ്കൂട്ടർ വെട്ടിച്ചപ്പോഴാണ് അപകടം സംഭവിച്ചത്. ഐക്യ ട്രേഡ് യൂണിയൻ ആളൂർ പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ കാൽനട പ്രചരണ ജാഥ സഖാവ് KC ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. BJP വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിലെ കുഴിയിൽ വാഴ നട്ടു പ്രതിഷേധിച്ചു. ചേറ്റുവയിൽ വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വാർത്തകൾ വിശദമായി. തൃശൂർ നഗരത്തിലെ MG റോഡിൽ ബസ് കയറി സ്കൂട്ടർ യാത്രികനായ യുവാവ് മരിച്ചു. കുഴിയിൽ വീഴാതിരിക്കാൻ സ്കൂട്ടർ വെട്ടിച്ചപ്പോഴാണ് അപകടം സംഭവിച്ചത്. കാനാട്ടുകര ഉദയനഗർ സ്വദേശി 22 വയസ്സുള്ള വിഷ്ണുദത്താണ് മരിച്ചത്. രാവിലെ 7 മണിയോടെയായിരുന്നു ദാരുണമായ അപകടം നടന്നത്. അമ്മയുമൊത്ത് വടക്കുന്നാഥ ക്ഷേത്ര ദർശനത്തിൽ പോകുമ്പോഴായിരുന്നു റോഡിലെ കുഴി വില്ലനായത്. ഗുരുതരമായി പരിക്കേറ്റ അമ്മ പത്മിനിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ സ്കൂട്ടർ വെട്ടിച്ചപ്പോൾ പിറകെ വന്ന ബസ്സിനടിയിൽ പെട്ടായിരുന്നു മരണം. ബസ് വേഗത്തിലായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. വലിയ കുഴി മഴവെള്ളത്തിൽ നിറഞ്ഞിരിക്കുകയായിരുന്നു. തൃശൂരിലെ ഫാർമസി ജീവനക്കാരനാണ് വിഷ്ണുദത്ത്. ഐക്യ ട്രേഡ് യൂണിയൻ ആളൂർ പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ കാൽനട പ്രചരണ ജാഥ സഖാവ് KC ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 9 നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ഐക്യ ട്രേഡ് യൂണിയൻ ആളൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സഖാവ് TS ഷാജു ക്യാപ്റ്റനായി, KC സജയൻ വൈസ് ക്യാപ്റ്റനായും MK മോഹനൻ മാനേജറായും ജാഥ നടത്തി. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം കൊമ്പടിഞ്ഞാമാക്കലിൽ ജാഥ സമാപിച്ചു. സമാപന സമ്മേളനം CITU മാള ഏരിയ കമ്മിറ്റി അംഗം സഖാവ് UK പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. സഖാക്കൾ ഷാജു TV, ജയകുമാർ MC, ഗഫൂർ, നിതിൻ പാപ്പച്ചൻ, ജോയ് കോഴിപ്പാടൻ, വിഷ ബാബു എന്നിവർ സംസാരിച്ചു. BJP വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിലെ കുഴിയിൽ വാഴ നട്ടു പ്രതിഷേധിച്ചു. വലപ്പാട് കുരിശുപള്ളിയിൽ വാഹനയാത്രക്കാർക്ക് അപകടമാവും വിധത്തിൽ രൂപപ്പെട്ടുള്ള വലിയ കുഴികൾ ദിവസങ്ങൾ പിന്നിട്ട് നികത്തുന്നതിനോ റോഡ് ശരിയാക്കുന്നതിനോ വേണ്ട നടപടികൾ സ്വീകരിക്കാത്ത MLAയുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും അനാസ്ഥയ്ക്കെതിരെ BJP വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി റോഡിലെ കുഴിയിൽ വാഴ നട്ടുകൊണ്ട് പ്രതിഷേധിച്ചു. BJP മണ്ഡലം ജനറൽ സെക്രട്ടറി TG രതീഷ് ഉദ്ഘാടനം ചെയ്തു. പഴയ ദേശീയപാതയിലെ മേൽനോട്ടം നിലവിൽ PWDക്ക് ആണെന്നിരിക്കെ റോഡിലെ കുഴികൾ നികത്തുന്നതിനോ വെള്ളക്കെട്ടിന് ശാശ്വതമായ പരിഹാരം കാണുന്നതിനും യാതൊരു പരിശ്രമവും നടത്താത്ത MLA അധികാരികളിലേക്ക് എത്തിക്കാത്ത പഞ്ചായത്ത് ഭരണസമിതിയും സമ്പൂർണ്ണ പരാജയത്തിലേക്കാണ് പോകുന്നതെന്നും പ്രതിഷേധത്തിൽ അഭിപ്രായപ്പെട്ടു. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ധനീഷ് മടത്തിപ്പറമ്പിൽ സമരത്തിന് അധ്യക്ഷത വഹിച്ചു. BJP മണ്ഡലം ജനറൽ സെക്രട്ടറി 17ാം വാർഡ് മെമ്പറുമായ ഷൈൻ നെടിയിരിപ്പിൽ, BJP മണ്ഡലം സെക്രട്ടറി 2ാം വാർഡ് മെമ്പർമാരായ രശ്മി ഷിജോ, ഗിരീഷ് വെന്നിക്കൽ, കാർത്തികേയൻ, രഘുലാൽ, PV അനന്തൻ, ഷൈര രാജേഷ് ഒറ്റാലി, താര സിംഗ് ഷാജി, ശിവജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ചേറ്റുവയിൽ വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചേറ്റുവ ചുള്ളിപ്പടി കറപ്പം വീട്ടിൽ ഹംസയുടെ മകൻ 17 വയസ്സുള്ള അസീം ഹംസയാണ് മരിച്ചത്. അടുക്കളയിൽ കർട്ടൻ ഇടുന്നതിനായി ഉണ്ടാക്കിയ അലുമിനിയം റീപ്പറിൽ തോർത്തുപയോഗിച്ച് തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. ഇന്ന് രാവിലെ 7 മണിക്കാണ് സംഭവം. ഉടൻ തന്നെ ചേറ്റുവ ഫിനിക്സ് മെഡിസിറ്റിയിൽ പ്രവേശിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. പാടൂർ സ്കൂൾ +2 വിദ്യാർത്ഥിയായിരുന്നു. എടത്തുരുത്തി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കാലവർഷക്കെടുതി മൂലം ദുരിതമനുഭവിക്കുന്നവർക്കായി ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ ഒരാഴ്ചയായി തുടരുന്ന ദുരിതാശ്വാസ ക്യാമ്പ് മൂലം അധ്യയനം മുടങ്ങുന്നതിനെതിരെ സ്കൂൾ PTA കമ്മിറ്റി രംഗത്ത്. പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, നാട്ടുകാർ എന്നിവരുടെ അടിയന്തര യോഗം PTA നേതൃത്വത്തിൽ വിളിച്ചു ചേർത്തു. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കൂടുതൽ സൗകര്യങ്ങളുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളും ഉണ്ടെന്നിരിക്കെ സ്ഥലപരിമിതി മൂലം പ്രയാസം അനുഭവിക്കുന്ന ചാമക്കാല സ്കൂളിനെ ക്യാമ്പിനായി തെരഞ്ഞെടുത്തത് നീതിക്ക് നിരക്കാത്തതാണെന്ന് യോഗം വിലയിരുത്തി. 115-ലധികം പേരാണ് നിലവിൽ ക്യാമ്പിൽ കഴിയുന്നത്.
സ്കൂൾ തുറന്ന 1 മാസം തികയും മുമ്പേ അധ്യയന വർഷം മുടങ്ങിയതുമൂലം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ആശങ്കയിലാണ്. കൂടാതെ വൻതോതിൽ മാലിന്യ നിക്ഷേപം ഉണ്ടായിട്ടുണ്ട്. ഇത് നീക്കം ചെയ്യുന്നതിന് അധികൃതർ നടപടിയെടുത്തിട്ടില്ല. അധ്യയനം ഇനിയും മുടങ്ങിയാൽ കുട്ടികളെ മറ്റു സ്കൂളിലേക്ക് മാറ്റണമെന്ന തീരുമാനവും ചില രക്ഷിതാക്കൾ കൈക്കൊണ്ടതായി യോഗം ചൂണ്ടിക്കാട്ടി. സ്കൂൾ അധികൃതരും വാർഡ് മെമ്പറും ഇക്കാര്യങ്ങൾ പഞ്ചായത്ത് അധികൃതരെ നിരവധി തവണ നേരിട്ട് ബോധിപ്പിച്ചിട്ടും യാതൊരു നടപടി ഉണ്ടായില്ലെന്ന് യോഗം കുറ്റപ്പെടുത്തി. വിഷയത്തിൽ അടിയന്തരമായി നടപടിയെടുത്തില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികളുമായി മുന്നോട്ട് നീങ്ങുമെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി. ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ബന്ധപ്പെട്ട മറ്റു സർക്കാർ വകുപ്പുകൾ എന്നിവർക്ക് ഇത് സംബന്ധിച്ച് നിവേദനം നൽകുവാൻ യോഗത്തിൽ തീരുമാനമായി. PTA പ്രസിഡന്റ് CB അബ്ദുസമദ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ രഞ്ജി T പരമേശ്വരൻ, പ്രധാനാധ്യാപകർ M രാജേഷ്, വാർഡ് മെമ്പർ KS അനിൽകുമാർ, വിദ്യാലയ സംരക്ഷണ സമിതി പ്രസിഡന്റ് PK ഹംസ, ഒസാക്സ് പ്രസിഡന്റ് MCM താജുദ്ദീൻ, വികസന സമിതി കൺവീനർ പ്രഫുല്ല, ചന്ദ്രൻ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, MPTA ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പെരിഞ്ഞനം ആറാട്ടുകടവിൽ രാസവസ്തു അടങ്ങിയ വലിയ ടിന്ന് കരക്കടിഞ്ഞു. 2 ആഴ്ച മുമ്പ് കോഴിക്കോട് അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിൽ നിന്നുള്ളതാകാം ഇതെന്നാണ് സംശയിക്കുന്നത്. ബുധനാഴ്ച രാത്രി 7:30യോടെയാണ് 20 ലിറ്റർ സംഭരണ ശേഷിയുള്ള രാസവസ്തു അടങ്ങിയ ടിന്ന് കരക്കടിഞ്ഞ നിലയിൽ മത്സ്യത്തൊഴിലാളികൾ കണ്ടത്. കപ്പലിലെയും മറ്റും എണ്ണ ചോർച്ചയുണ്ടായാൽ നിർവീര്യമാക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണിതെന്ന് പ്രാഥമിക നിഗമനം. വാർഡ് മെമ്പർ സ്നേഹാദത്ത് അറിയിച്ചതിനെ തുടർന്ന് കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി രാസവസ്തു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ നഗരത്തിലെ MG റോഡിൽ ബസ് കയറി സ്കൂട്ടർ യാത്രികനായ യുവാവ് മരിച്ചു. കുഴിയിൽ വീഴാതിരിക്കാൻ സ്കൂട്ടർ വെട്ടിച്ചപ്പോഴാണ് അപകടം സംഭവിച്ചത്. ഐക്യ ട്രേഡ് യൂണിയൻ ആളൂർ പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ കാൽനട പ്രചരണ ജാഥ സഖാവ് KC ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. BJP വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിലെ കുഴിയിൽ വാഴ നട്ടു പ്രതിഷേധിച്ചു. ചേറ്റുവേൽ വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.